ചോദ്യം 1, പിതൃബലി എല്ലാ വർഷവും ചെയ്യണോ? ആണ്ടുബലി തർപ്പണം നടത്തി വരുന്ന ഞാൻ അച്ഛനെയും അമ്മയെയും ശിവഗിരിയിലാണ് സമർപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ 18 വർഷമായി മുടങ്ങാതെ അവിടെ ബലി ഇടുന്നു. കൂടാതെ കർക്കടകവാവ് ബലി തർപ്പണം ചെയ്യുന്നുണ്ട്. എന്നാൽ ഒരാൾ പറഞ്ഞു 12 വർഷം കഴിഞ്ഞാൽ പിന്നെ ബലി ഇടാൻ പാടില്ല എന്ന്. ചിന്താക്കുഴപ്പത്തിലാണ്. സന്യാസിമാർ പോലും പല രീതിയിൽ പറയുന്നു. എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു തരുമല്ലോ. ഇടാമോ? ഇട്ടാൽ കുഴപ്പമാകുമോ? വളരെ പ്രാധാന്യമുള്ളതും ഹൃദയത്തിൽ നിന്ന് വന്നതുമായ ഒരു ചോദ്യമാണിത്. കാരണം പലത് കേൾക്കുന്നു, ആചരിക്കണം, അതിനെ സംബന്ധിച്ച് സന്ദേഹം. ഇവിടെ പറയാനുള്ളത് ഒരു സന്ദേഹവും ഇല്ല. നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലം വരെ അഥവാ ആത്മപിണ്ഡം ചെയ്യുന്നത് വരെ നിശ്ചയമായും പിതൃകർമ്മങ്ങൾ ചെയ്യണം എന്നുള്ളതാണ്. നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലം വരെ. ഈ ജീവിച്ചിരിക്കുന്ന കാലം എന്ന് പറയുമ്പോൾ അതിലൊരു വിശേഷമുണ്ട്. ഒട്ടും വയ്യാത്ത അവസ്ഥ വന്നാലോ ചെയ്യാൻ പറ്റില്ല. ഇപ്പം ശരീരം കൊണ്ട് നമുക്ക് സാധിക്കുന്ന കാലം വരെ ചെയ്യണം. അഥവാ അവനവൻ ആത്മപിണ്ഡം ചെയ്യുന്നത് വരെ ചെയ്യണം. ആത്മപിണ്ഡം ചെയ്ത് താൻ തനിക്ക് പിണ്ഡദാനം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വേറൊരാൾക്കും ചെയ്യേണ്ടതില്ല, ചെയ്യാൻ പറ്റില്ല. കാരണം അത് മുഴുവൻ പൂർത്തിയാക്കിയിട്ടാണ് ഒരാൾ ആത്മപിണ്ഡം ചെയ്യുന്നത്. ഇവിടെ പിണ്ഡദാനം എന്നുള്ളത് ശ്രാദ്ധത്തിൽ ഉൾപ്പെടുത്തി നമ്മൾ പറയുമ്പോൾ, ശ്രാദ്ധം എന്ന് പറഞ്ഞാൽ ശ്രദ്ധാന്വിതം കർമ്മ, ശ്രദ്ധായുക്തമായതാണ് ശ്രാദ്ധം. ശ്രാദ്ധം എന്നുള്ളത് പിതൃതർപ്പണത്തിൽ ഉൾപ്പെടുന്നു. പിതൃതർപ്പണമാകട്ടെ അവശ്യ കർത്തവ്യങ്ങളായ പഞ്ചമഹായജ്ഞങ്ങളിൽ ഉൾപ്പെടുന്നു. ഇപ്പോൾ ഗൃഹസ്ഥരെ സംബന്ധിച്ച് വിശേഷിച്ചും അവശ്യ കർത്തവ്യം, ഒരു കാരണവശാലും ഒഴിച്ചുകൂടാൻ വയ്യാത്ത, മാറ്റിവെക്കാൻ കഴിയാത്ത, ഉപേക്ഷിക്കരുതാത്ത കർമ്മങ്ങളിലാണ് നിത്യകർമ്മങ്ങൾ വരുന്നത്. ആ നിത്യകർമ്മങ്ങളിൽ ഉൾപ്പെട്ടതാണ് പഞ്ചമഹായജ്ഞങ്ങൾ. ആ പഞ്ചമഹായജ്ഞങ്ങളിൽ പ്രാധാന്യമുള്ളതാണ് പിതൃയജ്ഞം. എന്താണ് പിതൃയജ്ഞം? പിതൃയജ്ഞസ്തു തർപ്പണം എന്ന് മനു പറയും. പിതൃയജ്ഞം തർപ്പണമാണ്. തർപ്പണം എന്ന് പറഞ്ഞാൽ തൃപ്തികരങ്ങളായ കർമ്മങ്ങളാണ്. എന്താണത് എന്ന് ആലോചിക്കുന്ന സമയത്ത് ജീവിച്ചിരിക്കുന്ന അച്ഛനമ്മമാരെ അഥവാ പിതൃക്കളെ എന്നൊറ്റ വാക്ക് പറയാം, അവരുടെ അച്ഛനമ്മമാർ, അങ്ങനെ സ്നേഹാദരപൂർവം ശുശ്രൂഷിക്കുക. അതാണ് തർപ്പണത്തിൽ മുഖ്യം. മരിച്ചവരെ സംബന്ധിച്ച് ശ്രാദ്ധകർമ്മങ്ങളെ അനുഷ്ഠിക്കുക. ഇത് രണ്ടും ചെയ്യണം. ജീവിച്ചിരിക്കുമ്പോൾ സ്നേഹാദരപൂർവ്വം ശുശ്രൂഷിക്കണം, മരിച്ചവരെ സംബന്ധിച്ച് ശ്രാദ്ധകർമ്മങ്ങൾ ചെയ്യണം. ഇത് രണ്ടും വേണം. ഇത് ചെയ്യുന്നവൻ്റെ കർത്തവ്യമാണ്. ഇതിൻ്റെ ഫലവും ചെയ്യുന്നവനാ. കർത്താവിനാണ് കർമ്മത്തിൻ്റെ ഫലം. അപ്പോൾ പിതൃയജ്ഞം ചെയ്യണം, തർപ്പണം ചെയ്യണം. ജീവിച്ചിരിക്കുന്ന അച്ഛനമ്മമാരെ സ്നേഹാദരവോടുകൂടെ ശുശ്രൂഷിക്കുക. മരിച്ചവരെ സംബന്ധിച്ച് വാർഷികമായെങ്കിലും ശ്രാദ്ധം അനുഷ്ഠിക്കുക. ഇനി പറയട്ടെ,
പിതൃയജ്ഞങ്ങളിൽ പിതൃതർപ്പണങ്ങളെ നമുക്ക് ഉൾപ്പെടുത്തിയാൽ അത് നിത്യകർമ്മമാണ്. വാർഷികമല്ല, നിത്യമാണ്. നിത്യവും അവനവൻ്റെ ഉപാസനയുടെ ഭാഗമായിട്ട്, സന്ധ്യാവന്ദനങ്ങളുടെ ഭാഗമായിട്ട് നിശ്ചയമായും പിതൃതർപ്പണവും ദേവതർപ്പണവും എല്ലാമുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഗായത്രി ജപം തുടങ്ങിയവ വരുന്നത്. അപ്പം അവിടെ പിതൃൻ തർപ്പയാമി, പിതൃഗണാൻ തർപ്പയാമി എന്ന രീതിയിൽ അഖില പിതൃക്കളെയും പിതൃഗണങ്ങളെ അഖിലവും ഞാനിതാ സന്തോഷിപ്പിക്കുന്നു എന്നുള്ള ഭാവേന. ഇവിടെ ക്രിയ എന്നുള്ളത് ഭാവത്തെ ഉദ്ദീപിപ്പിക്കാൻ വേണ്ടിയാണ്. നമ്മൾ വെള്ളം നൽകുന്നു, ജലദാനം, അത് മുഖ്യമാണ്. ഇത് പ്രതിദിനം ചെയ്യേണ്ടതാണ്. അതുകൂടാതെ വാർഷികമായി വിശിഷ്ടമായ തിഥിയിൽ, വിശിഷ്ടമായ തിഥി എന്ന് പറഞ്ഞാൽ ഏകോദ്ദിഷ്ട ശ്രാദ്ധത്തിൽ നമ്മൾ ആ ഒരു ജീവൻ്റെ സങ്കല്പത്തിൽ ആ തിഥിയിലും, ബഹുദ്ദിഷ്ട ശ്രാദ്ധത്തിൽ ചില വിശിഷ്ട സന്ദർഭങ്ങൾ, ഇപ്പോൾ ദക്ഷിണായനത്തിൻ്റെ ഒന്നാമത്തെ കറുത്തവാവ് ഉദാഹരണത്തിന്, പ്രാധാന്യമുള്ള ദക്ഷിണായനത്തിനാണ്. അപ്പോൾ ദക്ഷിണായനത്തിൻ്റെ ഒന്നാമത്തെ എന്ന് പറയുമ്പോൾ കർക്കിടകത്തിലെ കറുത്തവാവ് തുടങ്ങിയ സന്ദർഭങ്ങളിൽ ബഹുദ്ദിഷ്ടമായിട്ടും ശ്രാദ്ധങ്ങൾ അനുഷ്ഠിക്കുന്നു. ഏകോദ്ദിഷ്ടം എന്ന് പറഞ്ഞാൽ ഒരു ജീവനെ ഉദ്ദേശിച്ചു കൊണ്ടുള്ളതാണ്. ബഹുദ്ദിഷ്ടം എന്ന് പറഞ്ഞാൽ സകല പിതൃഗണങ്ങളെയും ഉദ്ദേശിച്ചു കൊണ്ടുള്ളതാണ്. ഇത് രണ്ടും നമ്മൾ ചെയ്യുന്നുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് ഒരു വ്യക്തിക്ക് വേണ്ടിയോ ഒരു ജീവന് വേണ്ടിയോ അല്ല, സമസ്ത പിതൃക്കളെയും സങ്കല്പിച്ചിട്ടാണ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. അത് മുടക്കരുത്. ഇനി നമുക്ക് വിഷയത്തിലേക്ക് വന്നാൽ, എല്ലാ വർഷവും ചെയ്യണോ വേണം എന്ന് മറുപടി. ഇപ്പം നമ്മൾ ഏതെങ്കിലും സ്ഥാനത്ത് നമ്മൾ അവരെ ഒതുക്കുക എന്നുള്ളത് ഇല്ല. ചിലർ പറയാറുണ്ട്, ഞാൻ തിരുനെല്ലി കൊണ്ടാക്കി. ആരെ? അമ്മേനെ തിരുനെല്ലി കൊണ്ടാക്കി, അച്ഛനെ തിരുനെല്ലി കൊണ്ടാക്കി, അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടാക്കി എന്ന് പറയാറുണ്ട്. അങ്ങനെ കൊണ്ടാക്കലൊന്നുമില്ല. അവിടെ നമ്മൾ ചെയ്യണത് വാസ്തവത്തിൽ ആ ജീവനുമായി ബന്ധപ്പെട്ട ദുരിതങ്ങളെ മുഴുവൻ ആ ജീവനിൽ നിന്ന് അടർത്തി എന്നുള്ള സങ്കല്പത്തോടു കൂടി സമസ്ത ദുരിതങ്ങളെയും ആവാഹനം ചെയ്ത് സായുജ്യപര്യന്തമുള്ള ക്രിയകളെ ചെയ്ത് ആ ജീവൻ്റെ ഗതി ശുദ്ധമാകുന്ന രീതിയിലേക്ക് സങ്കല്പിക്കുകയാണ്. നാരായണബലി തുടങ്ങിയവയൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് വരുന്നു. അത് ചെയ്തു എന്നുള്ളത് കൊണ്ട് ഒരു മക്കൾക്ക് അഥവാ ഒരു മക്കന് അച്ഛനോട് അഥവാ അമ്മയോടുള്ള കർത്തവ്യം ഇല്ലാതാകുന്നില്ല. നമ്മുടെ ശരീരമുള്ള കാലത്തോളം നമ്മൾ കടപ്പെട്ടിരിക്കുന്നുണ്ട്. അതിനെ സ്മരിക്കണം. ആ സ്മരണാപൂർവം ശ്രാദ്ധം അനുഷ്ഠിക്കണം. ഇതാണ് പറയാനുള്ളത്. അപ്പോൾ അവിടെ ബലിതർപ്പണം ചെയ്തോളൂ, നല്ലതാണ്, ചെയ്യുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. ചെയ്തോളൂ, നല്ലതാണ്. 12 വർഷം കഴിഞ്ഞാൽ ബലിയിടാൻ പാടില്ല എന്ന് പറഞ്ഞു. എന്തുകൊണ്ട്? കാരണം പറഞ്ഞു തരണം. അങ്ങനെ 12 വർഷം കഴിഞ്ഞാൽ ഇല്ലാതൊരു കണക്കില്ല. ഒരാൾ വാർഷികി ദീക്ഷ സ്വീകരിച്ചു എന്ന് വിചാരിച്ചോളൂ. അതായത് ഒരു അമ്മയുടെ അഥവാ അച്ഛൻ്റെ മരണത്തെ തുടർന്ന് 1 വർഷം പൂർണ്ണമായി ഞാൻ വ്രതപാലനം ചെയ്ത് എല്ലാ മാസവും ആ തിഥിയിൽ, കേരളത്തിൽ നക്ഷത്രമാണ് ഗണിക്കുക, നക്ഷത്രമായാലും കൊള്ളാം തിഥിയായാലും കൊള്ളാം, മാസികമായിട്ട് ഞാൻ 12 പിണ്ടം ചെയ്യും, അത് കഴിഞ്ഞേ ഞാൻ ഈ വ്രതം പൂർത്തിയാക്കൂ എന്നുള്ള മട്ടിൽ സങ്കല്പം ചെയ്തിട്ടുള്ളവരുണ്ട്. അവർ ആ 12 മാസം കഴിഞ്ഞാൽ അത് കഴിഞ്ഞു. ഇനി വേറൊരാൾ പറയാണ്, ഞാൻ 14 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു ദീക്ഷയാണ് സ്വീകരിക്കാൻ പോണത് എങ്കിൽ 14 വർഷം കഴിഞ്ഞാൽ അത് കഴിഞ്ഞു.
അല്ലാതെ സാമാന്യമായിട്ട് 12 വർഷം എന്നൊരു കണക്കില്ല. ഇനി ആ ദീക്ഷ കഴിഞ്ഞാലും അയാൾ ആണ്ടുബലി ചെയ്യണ്ടെന്നില്ല, അത് ചെയ്യണം. ചിലർ പറയുന്നത് ഞാൻ തിരുനെല്ലി കൊണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഇനി ഒന്നും ചെയ്യണ്ട എന്നാണ്. അത് പറ്റില്ല, ഇതൊരു ബാധ്യതയല്ലല്ലോ, ഇതൊരു ഭാരമായിട്ടാണോ തോന്നണത്? ആണോ? അമ്മയ്ക്ക് വേണ്ടി, അച്ഛന് വേണ്ടി ഒരല്പം ഒരു എള്ളും ഒരു വെള്ളവും സമർപ്പിക്കുന്നത് ഒരു ഭാരമായിട്ട്, ബാധ്യതയായി തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിലല്ലേ ഇപ്പം നിർത്താനുള്ള ത്വര. ഏതായാലും ഈ എഴുതിയ ആൾക്ക് സന്തോഷം, നിർത്താനുള്ള ത്വര ഇല്ല, അയാൾക്ക് ചെയ്യാനാണ് ആഗ്രഹം. അത് ചെയ്യരുതെന്ന് ഒരാൾ പറഞ്ഞുകൊണ്ടുണ്ടായ സന്ദേഹമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ചെയ്യാം എന്നുള്ളതാണ്, ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ അഭിപ്രായം. ഇതിലൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും. ഈ സ്മാർത്ഥ വിഷയങ്ങളാവുമ്പോൾ ഇതിൽ പല അഭിപ്രായങ്ങളും ഉണ്ടാവും. ഈ പറഞ്ഞത് മാത്രമേ ശരിയുള്ളൂ എന്നൊന്നും പറയണില്ല, നമ്മുടെ അഭിപ്രായം എന്ന് പറഞ്ഞു.